വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിതൻ. എന്തു പറയുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നോ? കേട്ടറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് എന്ന് പറയുന്നത് വളരെ നിർബന്ധിതമായിട്ടൊരു യോഗ്യതയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടറ്റ് എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, പരീക്ഷ ഭവൻ അനൗൺസ് ചെയ്തിട്ടില്ല. നമുക്കൊരു മെയ് 2nd വീക്ക് അല്ലെങ്കിൽ ഒരു 3rd വീക്കോട് കൂടിയിട്ടാണ് നമ്മൾ സർവീസിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള എക്സാം വരാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഇൻഡിക്കേഷനാണ് പരീക്ഷ ഭവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള അതായത് കേട്ടറ്റ് 2025 ഡിസംബർ ഷെഡ്യൂള് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഫെബ്രുവരിയിൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി അവസാനത്തിലായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 21-ാം തീയതിയും 23-ാം തീയതിയും ആയിട്ടാണ് കേട്ടറ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 10-ാം തീയതിയാണ് നമ്മുടെ ആ കഴിഞ്ഞ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അല്ലേ. അത് എല്ലാ കാറ്റഗറിയിലും എന്തുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മിസ്റ്റേക്സ് ഉള്ള ഒരു പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1-നാണെങ്കിലും 2-നാണെങ്കിലും 3-ക്കാണെങ്കിലും ജനറൽ പേപ്പറുകളിലും അതേപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറുകളിലും ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വരുന്നുണ്ട്, നമുക്ക് ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുള്ള ഉത്തരങ്ങളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയാനായിട്ടുള്ളത് ആ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരുന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ആലോചന എന്ന് പറയുന്നത് എന്നായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളതാണ്. എക്സാമിന് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കാത്തിരിക്കുന്നത് ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർക്ക് വന്ന് ഏകദേശം ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, നമുക്കൊരു റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നത് അല്ലേ. ആ റെക്ടിഫൈഡ് ആൻസർ കീ വന്നതിന് ശേഷം മാത്രമേ എന്ത് വരുള്ളൂ, നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ വിചാരം നെക്സ്റ്റ് റിസൾട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. അപ്പോൾ അവർക്കാണ് ഈ സംശയങ്ങൾ, എന്ന് റിസൾട്ട് വരും. ഇപ്പോൾ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം അല്ലെങ്കിൽ ഒരു 1.25 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെന്തുണ്ട്, കൃത്യമായിട്ടൊരു സമയപരിധി ഉണ്ട്. അതായത് കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് 60 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് പ്രതീക്ഷിക്കേണ്ടൂ, കേട്ടറ്റിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അത് കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതല്ലാതെ നമുക്ക് കഴിഞ്ഞ എക്സാമിന് ഇത്ര നേരത്തെ റിസൾട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സാമിന് അങ്ങനെ വരും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് 60 ദിവസത്തിന് ശേഷം മാത്രമേ പരീക്ഷ ഭവൻ എന്ത് ചെയ്യുള്ളൂ, റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇനി ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് വരണം, റെക്ടിഫൈഡ് ആൻസർ കീ വരണം. അപ്പോൾ ഇതുവരെ ആയിട്ട് നമുക്ക് മാർച്ച് 10-ാം തീയതി പ്രൊവിഷണൽ ആൻസർ കീ വന്നു. ഏകദേശം ഒരു 4 ആഴ്ച ആവാറായിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇതുവരെ ആയിട്ടും എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നിട്ടില്ല. കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ആ വന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാലഞ്ച് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, റെക്ടിഫൈഡ് കീ വരുന്നതിൽ കാലതാമസം വരും അല്ലേ. അവർക്ക് അത് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷ ഭവനിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോഴും അവർ പറയുന്നത് റെക്ടിഫൈഡ് ആൻസർ കീ വരാനായിട്ട് സമയമെടുക്കും. കാരണം റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കീ ആണ്. ഇനി റെക്ടിഫൈഡ് ആൻസർ കീ പബ്ലിഷ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് എന്തില്ല, ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവില്ല. ഇനി പരീക്ഷ ഭവൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ചെയ്യുന്നത്, എല്ലാ കുട്ടികൾക്കും ആ ചോദ്യത്തിൻ്റെ മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷ ഭവൻ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിലയിരുത്തുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം റെക്ടിഫൈഡ് ആൻസർ കീ വരാനായിട്ട്. 1-2 ആഴ്ചയ്ക്കുള്ളിൽ എന്ത് വരേണ്ടതാണ്, റെക്ടിഫൈഡ് ആൻസർ കീ വരേണ്ടതാണ്. ഇനി പരീക്ഷ ഭവൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്തിനുള്ളിൽ വരേണ്ടതാണ്. ഇനി വൈകുന്നതിനുള്ള കാരണം ഈ പറഞ്ഞതാണ്, ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ റെക്ടിഫൈഡ് ആൻസർ കീ വരുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞു റെക്ടിഫൈഡ് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ആകുമ്പോഴേക്കും അടുത്ത
അടുത്ത എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് പ്രൊവിഷണൽ ആൻസർക്ക് വന്നപ്പോൾ നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടാവും അല്ലേ, എനിക്ക് എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, എത്ര മാർക്കിന് എനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞ കേട്ടിട്ട് ഞാൻ പാസ്സാവില്ല എന്നുറപ്പുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ജൂൺ ജൂലൈയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റിലൊക്കെ, ജൂണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഓഗസ്റ്റിലെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം വലിയൊരു സിലബസ് പഠിക്കാനുണ്ട്. അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നോക്കാം. ഇനി ചില കുട്ടികളുണ്ടായിരിക്കും 1-2 മാർക്കിന് ചിലപ്പോൾ ഞാൻ പാസ്സാവും, ചിലപ്പോൾ ഞാൻ പാസ്സാവില്ല. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, മെൻ്റലി പ്രിപ്പറേഷൻസ് നടത്തുക. കാരണം നല്ല രീതിയിൽ പഠിച്ച കുട്ടികളായിരിക്കും ചിലപ്പോൾ 1-2 മാർക്കിന് എന്തായിട്ട് മാറുന്നത്, ഡിസ്ക്വാളിഫൈ ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ എന്ത് വരണം, ഇനി ഞാൻ കേട്ടിട്ടൊന്നും പഠിക്കുന്നില്ല, എന്നെ കൊണ്ടത് പറ്റില്ല എന്നുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇനിയും എക്സാമുകൾ വരും, നമുക്ക് പാസ്സാവാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പാസ്സായാലും ആയില്ലെങ്കിലും അതെന്ത് തന്നെയാണ്, ഒരേപോലെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം. അപ്പോൾ പാസ്സായിട്ടില്ലെങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുക. ഇനി അതല്ല പാസ്സായി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുകയാണ് അല്ലേ, അടുത്ത LP UP എക്സാമും. ഇപ്പോൾ നമുക്കറിയാം അടുത്ത വർഷത്തിലൊക്കെ നമുക്ക് അടുത്തൊരു LP UP എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അതിലേക്കുള്ള പഠനം കൂടെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സൈലം ടീച്ചിങ് എക്സാംസിൽ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1-ാം തീയതി മുതലാണ് നമ്മുടെ പുതിയ ബാച്ചുകൾ വരുന്നത്. ലൈവ് ബാച്ചുകളാണ് ആരംഭിക്കുന്നത്. ഇവിടെ കേട്ടറ്റ് കാറ്റഗറി 1-നും കേട്ടറ്റ് കാറ്റഗറി 2-നും കേട്ടറ്റ് കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ബാച്ചുകളാണ് നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ലൈവ് ബാച്ചുകളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നമുക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും വെയിറ്റേജ് അനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ലൈവ് സെഷൻസ് ആണ് ഈ ഒരു ബാച്ച് ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്കറിയാം വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് എല്ലാ സബ്ജക്ട്സും ഡീൽ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള PYQ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, റിവിഷൻ സെഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് മോക്ക് ടെക്സ്റ്റുകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഇനി കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരാൻ പോകുന്ന കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 1-2 തവണ എഴുതിയിട്ട് കിട്ടാത്ത കുട്ടികളുണ്ടായിരിക്കും. ആരൊക്കെ തന്നെയാണെങ്കിലും, ഇപ്പോൾ നന്നായി പഠിച്ച കുട്ടികളാണെങ്കിലും ഒട്ടും പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിലും ബേസ് ലെവലിൽ നിന്നുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ ഈ കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു കടമ്പ കടന്നു കഴിഞ്ഞാൽ ഒരു ടീച്ചറാവുക എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, കേട്ടറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കഴിഞ്ഞു എന്നല്ല, അവിടെ നമ്മുടെ ടീച്ചിങ് പ്രൊഫഷനിലോട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അധ്യാപന ജോലിയിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും എന്ത് വരുന്നത്, ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ജേർണിയുടെ തുടക്കമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ കേട്ടറ്റ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ സൈലം ടീച്ചിങ് എക്സാംസിലോട്ട് പോരുക. നമുക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും. ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.